ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? നമുക്ക് അവല് വിളയിച്ചാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അല്ലേ? അതിന് ഞാൻ 1/2 കിലോ മട്ടൗൽ എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ നാളികേരക്കൊത്ത് ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, പിന്നെ എള്ള് കഴുകി വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ വാറ്റ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ അവലിന് 3/4 കിലോ ശർക്കര, അങ്ങനെയാണ് കണക്ക്. ഇവിടെ ഞങ്ങൾക്ക് മധുരം അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് 1/2 കിലോ ശർക്കര എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമുക്കതൊന്ന് ഉരുക്കി എടുക്കാം കേട്ടോ. ഉരുക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായപ്പോൾ കപ്പലണ്ടിക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കപ്പലണ്ടിക്കുരുവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചട്ടി ചൂടായപ്പോൾ അവലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മട്ടൗൽ എടുക്കണം കേട്ടോ നമ്മളുടെ അവല് വിളയിക്കാനായിട്ട്. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടില്ലേ, നമ്മൾ അരിഞ്ഞു വെച്ച നാളികേര കൊത്തില്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തന്നെ ഒന്ന് നമുക്ക് മൂപ്പിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കാം കേട്ടോ. നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വാറ്റ വെച്ച എള്ളില്ലേ, അതും നമ്മളുടെ നെയ്യിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എള്ളൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരും കേട്ടോ. അപ്പോൾ എള്ളും ആയി വന്നിട്ടുണ്ട്. കരിയരുത് കേട്ടോ എള്ള് ഇട്ട് കഴിഞ്ഞാൽ. ഇനി അതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാൻ നല്ല കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടാ അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായ നാളികേരമില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിപ്പോവാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് അരിച്ച് ഒഴിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് നാളികേരവും ശർക്കരയും കൂടി നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരത്തിൽ ഇനി വല്ല വെള്ളമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇതിൽ വറ്റിപ്പോയിക്കോളും. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ കേട് കൂടാതെ നമുക്ക് നമ്മുടെ അവല് വിളയിച്ചത് ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട. ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച അവലും കപ്പലണ്ടിക്കുരും പിന്നെ നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും എള്ളൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പൊട്ടുകടലൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കപ്പലണ്ടിക്കുരുവാണ് ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ കപ്പലണ്ടിക്കുരു ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ സമയത്ത് ഞാൻ 2 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവല് വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുത്തഴക്കാനും വിദേശത്തുള്ളവർക്കൊക്കെ കൊടുത്തഴക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. കുറച്ച് ദിവസം കേടാവാതിരുന്നോളൂ കേട്ടോ. അപ്പോൾ തണുക്കാതിരിക്കാൻ വേണ്ടി എയർ ടൈറ്റുള്ളൊരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതിയേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.